Hi dear friends, welcome to our favorite RJ's physics classes. Okay, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോണ ഐറ്റം എ സിമ്പിൾ വൺ നീറ്റ് എന്ന് പറഞ്ഞ എക്സാമിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. Okay, so electrostatics in the first part, charges and field എന്ന ചാപ്റ്ററിലെ previously asked neat questions അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണത്. അയ്യോ സർ, നീറ്റോ എനിക്ക് വേണ്ട, ഞാൻ വീഡിയോ നിർത്തുകയാണ്. പേടിക്കണ്ട, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തിയറി പഠിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 2017 മുതൽ 2012 വരെ നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഓക്കെ, സോ എൻട്രൻസ് പോയിന്റിലാണ് നമ്മൾ അത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യ പാർട്ട് ചെയ്യണത് ആ ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും നിങ്ങളുടെ ബോർഡിൽ അവതരിപ്പിക്കുകയാണ്. സോ ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. അങ്ങനെ എഴുതിയെടുത്തിട്ട് അതിനെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വായിച്ചു നോക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് കേൾക്കുക, ആ ക്വസ്റ്റ്യൻ ചെയ്തു പോവുക. 2 or 3 പ്രാവശ്യം ചെയ്തു പോയാൽ വളരെ സിമ്പിൾ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റണ ഒരു ചാപ്റ്റർ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, ആദ്യമേ തീരുമാനം എടുക്കരുത്, സർ നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പകരം എന്ത് ചെയ്യുക, അത് ഫുൾ ആയിട്ട് കാണുക. ഞാൻ നിങ്ങൾക്ക് തരുന്ന അഷ്വർഡ് ഗ്യാരണ്ടി ഇതാണ്. ആ ചാപ്റ്ററിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുമെങ്കിൽ ഇതിൽ ചെയ്യണ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലാവും വിത്തൗട്ട് എനി ഡൗട്ട്. ക്ലിയർ ആണല്ലോ? സോ ആ രീതിയിൽ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ബോർഡില് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് വായിക്കാം. ചാർജ്, അതാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്. ചാർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, Q ഈക്വൽ ടു ± NE. അതാണ് ചാർജിന്റെ ഇക്വേഷൻ. ചാർജിന്റെ യൂണിറ്റ് കൂളം, ചാർജിന്റെ ഡയമെൻഷൻ AT. അല്ലെ, ചാർജിന്റെ ഡയമെൻഷൻ നമുക്കറിയാം AT. ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മില്ലി കൂളം എന്ന് പറഞ്ഞാൽ 10⁻³ കൂളം, മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ 10⁻⁻6 കൂളം, നാനോ കൂളം 10⁻⁻9 കൂളം, പൈക്കോ കൂളം 10⁻⁻12 കൂളം. Okay, in 1 coulomb there are 6.25 into 10⁻18 electrons. So now we are making a fast revision. Coulomb's law നമുക്കറിയാം, force is equal to 1/4πε0 Q1 Q2 divided by R square. Similar repulsion, opposite attraction. Okay, then F is equal to 1/4πε0 Q1 Q2 by R cube into vector R. And we know that F12 equal to minus F21. That is, Coulomb's law obeys Newton's third law. Okay, Coulomb's law obeys Newton's third law. F12 equal to minus F21. Then for equilibrium, F1 equal to F2. അതിന്റെ മുന്നേ നമുക്കറിയാം epsilon R. Epsilon equal to epsilon0 epsilon R, or epsilon R is equal to epsilon by epsilon0. എയറിന്റെ കേസിൽ epsilon R ന്റെ വാല്യൂ 1, ഗ്ലാസിന്റെ കേസിൽ epsilon R ന്റെ വാല്യൂ 7, വാട്ടറിന്റെ കേസിൽ epsilon R equal to 82. For good conductors, epsilon R is infinity. Clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? Okay. ഇനി for equilibrium, F1 plus F2 equal to 0, or F1 equal to minus F2. നമ്മൾക്ക് നമ്പറുകളാണ് തന്നതെങ്കിൽ 2 മില്ലി കൂളം, 4 മില്ലി കൂളം, 8 മില്ലി കൂളം സ്റ്റൈലിൽ നമ്പറാ തന്നതെങ്കിൽ ഇക്വിലിബ്രിയം കാണാൻ പറയുമ്പോൾ ആ കേസിൽ F1 ഈക്വൽ ടു F2 എന്നായിരിക്കും എടുക്കുക. നമുക്ക് തന്നത് ക്യാപിറ്റൽ Q, സ്മോൾ Q, Q1, Q2 ഈ സ്റ്റൈലിലാണെങ്കിൽ നമ്മൾ എടുക്കുക ഇക്വേഷൻ ആണ് F1 plus F2 equal to 0, or F1 equal to minus F2.
രണ്ട് ചാർജുകളെ ഇങ്ങനെ വ്യത്യസ്ത മീഡിയത്തിനുള്ളിലാണ് വെക്കണമെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു 1/4πε0 Q1 Q2 divided by root K1 into R1 plus root K2 into R2 plus root K3 into R3 the whole square means root epsilon R into R is the effective distance. So R square എന്നുള്ളതിന് പകരം നമ്മൾ എന്താണ് കൊടുക്കുക root epsilon R into R the whole square എന്നാണ് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ തന്നെ അടുത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എയറിൽ വെക്കുമ്പോൾ ഉള്ള ഫോഴ്സിന്റെ സെയിം ഫോഴ്സ് മീഡിയത്തിൽ വെക്കുമ്പോൾ കിട്ടണമെങ്കിൽ ന്യൂ ഡിസ്റ്റൻസ് വിൽ ബി R divided by root n where epsilon R is equal to n. ഓക്കെ, n epsilon R ഉള്ള ഒരു മീഡിയത്തിലാണ് നമ്മൾ കൊണ്ടുപോയി വെച്ചതെങ്കിൽ ന്യൂ ഡിസ്റ്റൻസ് വിൽ ബി R by root n. എന്തിന്? ടു ഗെറ്റ് ദ സെയിം ഫോഴ്സ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് രണ്ട് ചാർജ് വെച്ചിട്ട് മൂന്നാമത്തെ ഒരു ചാർജ്. ഓക്കെ, രണ്ട് ചാർജ് വെച്ച് മൂന്നാമത്തെ ഒരു ചാർജ് എവിടെ കൊണ്ടുപോയി വെച്ച ഇക്വിലിബ്രിയം കിട്ടുന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. D divided by root of Q2 by Q1 plus 1 if both are positive or both are negative. Okay, positive ആയാലും നെഗറ്റീവ് ആയാലും we can use that with a condition Q2 greater than Q1. ഈ കേസിൽ in between ആയിരിക്കും equilibrium കിട്ടുക. If one is positive, other one is negative, this will be the equation. Okay, അതിൽ ഉറപ്പായിട്ടും ആ ചാർജിന്റെ പുറത്ത്, ചെറിയ ചാർജിന്റെ പുറത്തായിരിക്കും equilibrium വരിക. Okay, then ഒരു പോയിന്റ് നിന്ന് രണ്ട് ചാർജുകളെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം tan theta is Fe by mg or Fe equal to mg tan theta. Okay, so that's about Coulomb's law. Coulomb's law equations നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ റിവിഷൻ നടത്തുന്നു മാത്രം. Okay, ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ F by Q. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ്. Then E equal to F by Q ആണെങ്കിൽ F is equal to QE. E എന്നുള്ളതിന്റെ ഇക്വേഷൻ 1/4πε0 Q divided by R square. Okay, then ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒരു ചാർജിനെ വെച്ചാൽ അത് ബാലൻസിലാണെങ്കിൽ QE equal to mg or E എന്ന് പറഞ്ഞ mg by Q. E എന്ന് പറഞ്ഞ mg divided by Q. Okay, ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ QE by m. It is nothing but A is equal to F by m. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം. ഓക്കെ, then മൂന്ന് ചാർജുകൾ ഒരു സിമ്മട്രിക് സിസ്റ്റത്തിലെ n ചാർജുകൾ ഒരു സിമ്മട്രിക് പോളിഗണിന്റെ കോർണറിൽ വരികയാണെങ്കിൽ the electric field at the center must be 0. And the next quantity, electric dipole, two equal and opposite charges separated by a small distance is called electric dipole. Dipole inde important ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു dipole moment. Dipole moment P equal to Q into 2A. Dipole moment ന്റെ ഡയറക്ഷൻ നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ബോർഡിൽ ഉള്ള ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ബോർഡിൽ ഇക്വേഷൻസ് എഴുതൂ. ഓക്കെ, അടുത്ത ഇക്വേഷൻസ് ബോർഡിൽ നോക്കാം. ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ആദ്യം എഴുതിയത്. ടോ ഈക്വൽ ടു പി ക്രോസ് ഇ ഓർ പി ഇ സൈൻ തീറ്റ. ഓക്കെ, ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ഫോർ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. For stable equilibrium, theta equal to 0 degree. For unstable equilibrium, theta equal to 180 degree. Okay, then electric field due to a dipole. Equation നോക്കൂ. Electric field due to a dipole. Okay, ആ equation ഇങ്ങനെയാണ് തന്നത്. E equal to P by 4πε0 into root 3 cos square theta plus 1 divided by R cube. E equal to P by 4πε0 into root of 3 cos square theta plus 1 divided by R cube. Okay, ഇതില് ആക്സിയൽ ലൈൻ ആണെങ്കിൽ തീറ്റയ്ക്ക് 0 ഡിഗ്രി കൊടുക്കാം, ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് പഠിച്ച കേസാണ്, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോണില്ല. Okay, then we know lambda is charged by length, so Q equal to integral lambda dl. Sigma എന്ന് പറഞ്ഞ ചാർജ് ബൈ ഏരിയ, സോ Q equal to integral sigma dA. റോ എന്ന് പറഞ്ഞ ചാർജ് ബൈ വോളിയം, സോ Q equal to integral rho dV.
ഓക്കെ, ഇനി നമ്മൾ ഒരു ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ എഴുതാണ്. ഫോർ എ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ഇറ്റ് മേക്സ് an angle alpha here and it make an angle beta here. ഓക്കെ, മുകളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും താഴേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയും ആണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ കെ ലാംഡ ബൈ ആർ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ ആണ്. ഈ എക്സ് ഈ ഡയറക്ഷനിലെ പോയിന്റ്. ഈ വൈ എന്ന് പറയുമ്പോൾ കെ ലാംഡ ബൈ ആർ ഇൻറ്റു കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ ആണ്. ഓക്കെ, സോ എക്സ് കമ്പോണന്റ് ഓഫ് ഇ ആൻഡ് വൈ കമ്പോണന്റ് ഓഫ് ഇ. x component k lambda by r into sin alpha plus sin beta, ey k lambda by r into cos alpha minus cos beta. ഈ ഇക്വേഷൻ പ്രകാരം if you are taking a perpendicular point here, ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആൽഫ ഈക്വൽ ടു ബീറ്റ. ഇത് രണ്ട് ഈക്വൽ ആവില്ലേ? ഈ വരച്ച ഫിഗർ നോക്കിയാൽ 45 ആണെങ്കിൽ ഇതും 45 ആവും. ഇഫ് ആൽഫ ഈക്വൽ ടു ബീറ്റ, നമുക്ക് രണ്ടിനെയും തീറ്റ എന്ന് വിളിക്കാം. What about this one? Sin theta plus sin theta എന്ന് വരും. ഓക്കെ, sin theta plus sin theta, അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ എടുത്തിട്ട് എക്സ് കമ്പോണന്റ് ഓഫ് ഫീൽഡ് വരയ്ക്കുമ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരിക. ഈ എക്സ് ഈക്വൽ ടു 2k ലാംഡ sin theta ഡിവൈഡ് ബൈ r. ഇനി k എന്താണെന്ന് സംശയമില്ലല്ലോ. 1/4 പൈ എപ്സിലോൺ 0 ആണ് k. Okay, so 2k lambda divided by r into sin theta. ഇതാണ് ex വരിക. What about ey? No doubt at all, ey equal to 0. Okay, ey equal to 0. So ഈ x ന്റെ വാല്യൂ കിട്ടും, അതേപോലെ തന്നെ ey എന്നുള്ളതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എക്സാക്ട് പെർപെൻഡിക്കുലർ ഒരുപാട് ലെങ്ത് ഉള്ള ഒരു ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ അപ്പൊ നമ്മള് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എടുക്കുക. സോ സൈൻ 91 വരും. അതാണ് ex ഈക്വൽ ടു 2k ലാംഡ ഡിവൈഡ് ബൈ r. ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. ഒരു കണ്ടക്ടർ മുകളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, താഴേക്ക് ബീറ്റ ആണെങ്കിൽ ഈ എക്സ് k ലാംഡ ബൈ r ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ, ey k ലാംഡ ബൈ r ഇൻറ്റു കോസ് ആൽഫ മൈനസ് കോസ് ബീറ്റ. ഇതിന്റെ ഡെറിവേഷൻ കിട്ടുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ആൻസർ മാത്രം മതി, അതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ കണക്ക് പ്രകാരം ഇങ്ങനെയാണ് കണ്ടക്ടർ എങ്കിൽ ഈ പോയിന്റിലേക്കുള്ള ഫീൽഡ് എത്രയാണ്? ഓക്കെ, സോ ഈ കണ്ടക്ടർ കാരണം ഇത് y കമ്പോണന്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൈൻഡ് ചെയ്യണ്ട, ഇതിന്റെ ഉണ്ടാവും, ഇതിന്റെ ഉണ്ടാവും. ഓക്കെ, സോ ഈ കണ്ടക്ടറിന്റെ അതേ സ്റ്റൈലിൽ തന്നെ അല്ലേ പോയിന്റ് വരുന്നത്? അത് y കമ്പോണന്റ് ആണ്. സോ y കമ്പോണന്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. 2k ലാംഡ ബൈ r ഇൻറ്റു കോസ് തീറ്റ. രണ്ടും സെയിം എഫക്റ്റ് ആണ് വരുന്നതുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തൊരു പ്രശ്നം, ഇങ്ങനെ പോണ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെയാണ്. രണ്ടിന്റെ ഡയറക്ഷൻസ് മാറ്റം വരും. ആ മാറ്റം വരുകൊണ്ടാണ് ഇത് മൈനസ് ആയിട്ട് മാറും. ആംഗിൾ എടുക്കുമ്പോൾ ആ മൈനസ് വരുമ്പോൾ അത് പ്ലസ് ക്വാണ്ടിറ്റി ആയിട്ട് മാറും. സോ 2k ലാംഡ ബൈ r ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, ഒരു ക്വാർട്ടർ സർക്കിളിന്റെ വാല്യൂ വരാം √2k ലാംഡ ബൈ r. അത് മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല. കാരണം ഇതില് സൈൻ തീറ്റയ്ക്കോ അല്ലെങ്കിൽ കോസ് തീറ്റ ഏതായാലും വിരോധമില്ല. ഓക്കെ, ഒരു പകുതി ഒരു കഷ്ണം, അടുത്ത പകുതി അടുത്തത്, അങ്ങനെ എടുക്കുമ്പോ ഈ തീറ്റ എന്ന് കാണുന്നിടത്ത് 45 കൊടുത്താൽ 1/√2, ഇവിടെ 2, ഇവിടെ √2, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? √2k ലാംഡ ബൈ r വരും. ഇനി ഈ കേസ് എടുക്കുമ്പോ ഇതിൽ വാല്യൂ കൊടുത്തു നോക്കിയേ. സൈൻ തീറ്റ സൈൻ 90 അല്ല ഇവിടെ, ഈ കഷ്ണോ ഈ കഷ്ണോ, സ്വാഭാവികമായിട്ടും 2k ലാംഡ ഡിവൈഡ് ബൈ r വരും. ദിസ് ഇസ് വെരി സിമിലർ ടു ദ ഫീൽഡ് ഇൻസൈഡ് എ റിംഗ്. ഓക്കെ, ആ സ്റ്റൈലിലാണ് അതിന്റെ ആൻസർ വരിക. മാത്രമല്ല ഈ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത് വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിലത്തെ ഒരു പോയിന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് 0 വരും. ഇത്രയും പോയിന്റ്സ് ബോർഡിൽ നോക്കിയിട്ട് എഴുതിയെടുക്കൂ. വീഡിയോ പോസ് ചെയ്യുക, ബോർഡിൽ നോക്കിയിട്ട് അത്രയും പോയിന്റ്സ് എഴുതാം. ഓക്കെ, അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ബോർഡിൽ, അടുത്ത സെറ്റ് പോയിന്റ്സ് ബോർഡിൽ നോക്കുക. ആദ്യം നമ്മൾ പറയുന്നത് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ. അതിന്റെ കൂടെ തന്നെ അടുത്തൊരു കണ്ടീഷനും കൂടി പറയാണ്. ഇൻസുലേറ്റിംഗ് ഷെൽ ആണെങ്കിലും കണ്ടക്ടിങ് ഷെൽ ആണെങ്കിലും സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിലും സെയിം ആൻസർ.
ഇൻസുലേറ്റിംഗ് ഷെൽ ആണെങ്കിലും കണ്ടക്ടിംഗ് ഷെൽ ആണെങ്കിലും സോളിഡ് കണ്ടക്ടിംഗ് സ്ഫിയർ ആണെങ്കിലും സെയിം ആൻസർ. ഈ ഔട്ട് എന്ന് പറഞ്ഞ 1/4πε0 Q/r². ഈ സർഫസ് എന്ന് പറഞ്ഞ 1/4πε0 Q/r². 4πr² എന്ന് പറഞ്ഞ ഏരിയ അല്ലേ? ഓക്കെ, സ്വാഭാവികമായിട്ടും Q/A എന്ന് പറഞ്ഞ സിഗ്മ. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ σ/ε0. ആൻഡ് ഇൻസൈഡ് ദ ഷെൽ E = 0. അതിന് നമ്മൾ ഒരു പേരും പഠിച്ചിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, ഇനി സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ ഓക്കെ, ഈ ഔട്ട് എന്ന് പറഞ്ഞാൽ 1/4πε0 Q/r². സെയിം ഇതേ ആൻസർ. ഇതില് 4πr² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? സിഗ്മ അല്ലേ? ഓക്കെ, 4πr². സിഗ്മ എന്നുള്ളതിന്റെ ഇക്വേഷൻ 4πr² ആണോ? Q/4πr². സോ Q എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സിഗ്മ ഇൻറ്റു 4πr². സിഗ്മ ഇൻറ്റു 4πr². സോ ഈ Q കാണുന്നതിന് പകരം സിഗ്മ ഇൻറ്റു 4πr². 4π വെട്ടിപ്പോവും. സിഗ്മ r²/ε0 r². ഈ സർഫസ് 1/4πε0 Q/r². ഇവിടെ എഴുതിയ സെയിം സംഭവം എന്ന് പറഞ്ഞ ഇതിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് വേണമെങ്കിൽ എഴുതാം, സിഗ്മ r²/ε0 r² എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഇൻസൈഡ് ഇറ്റ് ഈസ് 1/4πε0 Q/r³ into r. ഓക്കെ, ഇതില് ഇവിടെ ഒരു /3 കൊടുക്കുക into 3. 4/3πr³ എന്ന് പറഞ്ഞ വോളിയം അല്ലേ? ചാർജ് ബൈ വോളിയം ഈസ് റോ. സോ റോ r divided by 3ε0. That is the field due to a solid insulating sphere. യൂണിഫോംലി ചാർജ്ഡ് ആവുമ്പോട്ടോ. ഓക്കെ, ഇനി ഒരു ഹെമിസ്ഫിയറിന്റെ ഒരു പോയിന്റിലാണ് നമ്മൾ ഫീൽഡ് കാണണമെങ്കിൽ ആ ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ 4ε0. ദിസ് ഈസ് ദി ഫീൽഡ് ഡ്യൂ ടു ഹെമിസ്ഫിയർ. ഓക്കെ, ഇനി ഒരു ഡിസ്കിന്റെ സെന്ററിന് എക്സ് ദൂരത്തുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്തതെങ്കിൽ അവിടുത്തെ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിരുന്നു. σ/ε0 into 1 minus x by root of x² plus r². സെന്റർ പോയിന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ x0 വന്നു കഴിഞ്ഞാൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? σ/ε0. ഓക്കെ, സോ ഈ ഡിസ്കിന്റെ സെന്റർ പോയിന്റിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഫീൽഡിന്റെ വാല്യൂ σ/ε0. അറ്റ് എ ഫാർ പോയിന്റ് ഓക്കെ, അവിടെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്താ പോയിക്കും? അവിടെ r എന്നുള്ളതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. r എന്നുള്ളതിനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ ഇത് x/x എന്ന് വരും. ഇപ്പൊ 1 - 1 0 എന്ന് വരും. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. കുറെ ദൂരത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ, ഫോർ എ റിംഗ് ഇതേപോലെ റിംഗ് എടുക്കുക, സെയിം റേഡിയസ് r, ഡിസ്റ്റൻസ് x. ഇതാണ് ഫീൽഡിന്റെ ഇക്വേഷൻ. kqx divided by x² plus r² raised to 3/2. ഇതും നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, ചാർജസ് ആൻഡ് ഫീൽഡിന്റെ ഗോസ് തിയറത്തിന്റെ ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ കിട്ടും. ഓക്കെ, ഇനി അതില് സെന്ററിലാണെങ്കിൽ x0, so field must be 0. Inside a ring, field is 0. Okay, then at a far point E = kq/x². ഈ ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാണ്. It is the equation for electric field due to a point charge. ഒരു റിംഗ് എന്ന് പറയുന്നത് കുറെ ദൂരം എന്നാണ് നമ്മൾ നോക്കണമെങ്കിൽ എന്തിന് ഈക്വൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഒരു പോയിന്റ് ചാർജിന് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, then for a plain sheet അവിടെ ഞാൻ രണ്ട് കണ്ടീഷൻസ് തരുന്നുണ്ട്. തിൻ ആയിരിക്കണം, നോൺ കണ്ടക്ടിങ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടുക σ/2ε0. ഓക്കെ, ഇനി രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ = σ/ε0. For a charged conducting surface at a nearby point E = σ/ε0. ഓക്കെ, ഒരു നിയർ ബൈ പോയിന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണതെങ്കിൽ അവിടുത്തെ ഫീൽഡിന്റെ ഇക്വേഷൻ σ/ε0 ആണ്. ഓക്കെ, ഇനി when a charge entering with a velocity u in an electric field x = ut. So t എന്ന് പറഞ്ഞ x/u. പണ്ട് പഠിച്ച 1 ഡയമെൻഷനിൽ പഠിച്ച ഇക്വേഷൻ. S is equal to half into QE/m into x/u whole square. Very simple. Acceleration എന്ന് പറഞ്ഞ QE/m. S = ut plus half at square.
u 0 ആയിട്ട് എടുത്തു. സോ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. വി എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഈ എഴുതിയത് ഇങ്ങനെ പോണ കേസ് ഇങ്ങനെ അകന്ന് പോണതാട്ടോ. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? y ആണ്. എക്സില് വെലോസിറ്റി ഉണ്ട്, അത് യു തന്നെയാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഇവിടെ എന്ത് വിളിക്കണത്? എസ് എന്ന് വിളിക്കണത്. ഇനി v എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. സോ യു സ്ക്വയർ പ്ലസ് ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? v ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, എ എന്നുള്ളതിന് പകരം ഇത് കൊടുത്തു ഇൻറ്റു ടി. അപ്പോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വെലോസിറ്റി കിട്ടും. എന്നോ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, അത് പ്രകാരം കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ. വി എന്ന് പറഞ്ഞ ക്യു ഇ ബൈ എം ഇൻറ്റു ടി അല്ലേ? സ്വാഭാവികമായിട്ടും ഹാഫ് എം ഇൻറ്റു ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ എം സ്ക്വയർ. ഒരു എം ക്യാൻസൽ ആയി പോകും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഓക്കെ, സോ ബോർഡിലുള്ള ഈ ക്വസ്റ്റ്യൻസ് ഈ പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്യുക, അതിലെ എല്ലാ പോയിന്റ്സും എഴുതിയെടുക്കുക. ഓക്കെ, സോ ബോർഡിലുള്ള ഇക്വേഷൻസ് നോക്കുക. അതിലെ ബാക്കി ഏരിയ ഗോസ് തിയറം. ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, phi ഈക്വൽ ടു 1/epsilon 0 into q. ഞാനത് മാറ്റി പറയാണ്. ഫ്ലക്സ് എമിറ്റിംഗ് മൈനസ് ഫ്ലക്സ് എൻറ്ററിംഗ്. ഔട്ട് ഇൻ എന്നുള്ളതിന് പകരം കുറച്ചുകൂടി നല്ലത് ടോട്ടൽ ഫ്ലക്സ് എമിറ്റിംഗ് ദെൻ ടോട്ടൽ ഫ്ലക്സ് എൻറ്ററിംഗ്. ഇതിന്റെ ഡിഫറൻസ് ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0 എന്നാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എമിറ്റിംഗ് ഫ്രം ദ സർഫസ് ഇസ് ഈക്വൽ ടു total electric flux emitting minus total electric flux entering equal to q divided by epsilon 0, or surface integral E dot ds is equal to q by epsilon 0. Okay, then to find out the electric field in the region, we have to consider charge both outside and inside the Gaussian surface. To find flux in the region, we have to consider charge only inside the Gaussian surface. Okay, so നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞ സംഭവമാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇങ്ങനൊരു സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ പ്ലസ് Q1 പ്ലസ് Q2 മൈനസ് Q3, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. സ്വാഭാവികമായിട്ടും phi ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇത് രണ്ടും പ്ലസ്, ഇത് മൈനസ്. സോ Q1 പ്ലസ് Q2 മൈനസ് Q3. Okay, so 1/epsilon 0 into Q1 plus Q2 minus Q3 എന്നാണ് വരിക. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി if a closed body is placed in an electric field, whether it is uniform or non-uniform, the net flux linked by it is 0. ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ക്ലോസ്ഡ് ബോഡിനെ കൊണ്ടുപോയി വെച്ചാൽ അത് ഏത് ഷേപ്പും ആയിക്കോട്ടെ, അതിന്റെ ആ ഓബ്ജക്ട് ലിങ്ക് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. അതിന്റെ കണ്ടീഷൻ വളരെ സിമ്പിൾ അല്ലേ? ടോട്ടൽ ഫ്ലക്സ് എൻറ്ററിംഗ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ലീവിംഗ്. അപ്പൊ രണ്ടുകൂടി കൂട്ടി എന്താ പോയിക്കുക? 0 വരും. എൻറ്ററിംഗ് പ്ലസ് ലീവിംഗ് പ്ലസ് എൻറ്ററിംഗ് മൈനസ് ഈ പറഞ്ഞ സെയിം സിസ്റ്റം. ഓക്കെ, ഇനി ഇപ്പോ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളില് നമ്മൾ ഇങ്ങനെ ഒരു സ്ഫിയറിനെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് വിചാരിച്ചോളൂ. അതിന്റെ ഉള്ളത്തെ അല്ലെങ്കിൽ ആ ഓബ്ജക്ട് ലിങ്ക് ചെയ്ത ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയാ? 0. ഓക്കെ, ദെൻ ഇതിന്റെ ഉള്ളില് അപ്പൊ സർ നമ്മൾ പഠിച്ചതല്ലേ 1/4πε0 q/r². അത് ആ വസ്തുവിന്റെ മുകളിലുള്ള ചാർജ് കാരണമുള്ള ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഓബ്ജക്റ്റിനെ കൊണ്ടുപോയി വെച്ചപ്പോ അതുമ്പിലുണ്ടായ ഫ്ലക്സ് അല്ല, ഓബ്ജക്റ്റിന്റെ ചാർജ് കാരണം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന ഫ്ലക്സ്. ഇതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്. ഇത് പറഞ്ഞത് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ കൊണ്ടുപോയി വെക്കണോ, ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക് ബൈ ദ സർഫസ് ഈസ് 0. ഓക്കെ, ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒരു ഹെമിസ്ഫിയർ കൊണ്ടുപോയി വെച്ചാൽ ഈ കർവ്ഡ് സർഫസ് പ്ലസ് ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ 0 ആണ് വരിക. സോ ഈ കർവ്ഡ് ഓർ ഈ സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ -5 സർക്കുലർ. ഓക്കെ, സോ സ്ഫെറിക്കൽ അല്ലെങ്കിൽ കർവ്ഡ് സർഫസിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, E ഇൻറ്റു ഏരിയ. സോ E ഡോട്ട് ds ആണ്. ഈ dA cos θ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക EA cos θ എന്ന് കിട്ടും. E ഇൻറ്റു സർക്കിളിന്റെ πr² cos 180. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ അതിന്റെ പോയിന്റ് വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ താഴേക്ക്, ആംഗിൾ ഈസ് 180 ഡിഗ്രി.
So for a hemisphere placed in a uniform electric field like this, the flux will be pi r square E. Okay, നോൺ യൂണിഫോം ഫീൽഡിലാണ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ സൗകര്യം ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ ഈ സ്ഫെറിക്കൽ ആയിരിക്കും. ഓക്കെ, ഈ സ്ഫെറിക്കൽ ആയിരിക്കും. സോ E into 2 pi r square into cos 0. ഓക്കെ, അവിടുത്തെ പോയിന്റിംഗ് വെക്ടർ ഇതിന്റെ ഇതേ ഡയറക്ഷൻ തന്നെയാണ് വരിക. സോ ആംഗിൾ is 0. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും E into 2 pi r square. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ pi r square E, നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ pi r square into 2E. ഓക്കെ, ഇനി ഈ കേസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കേസ് ആയിരുന്നു. ഒരു ക്യൂബിന്റെ സെന്ററിൽ ചാർജ് കൊണ്ടുപോയി വെച്ചാൽ ഒരു ഫേസിലൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് Q by 6 epsilon 0. ഒരു ഫേസിന്റെ സെന്ററിലാണ് നമ്മൾ ചാർജ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ ക്യൂബിലൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് Q by 2 epsilon 0. ഓക്കെ, കാരണം രണ്ട് സർഫസ് ആണ് ഗോഷ്യൻ സർഫസ് ആയിട്ട് ഉണ്ടാവുക. ഒരു കോർണറിലാണ് ചാർജ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ Q by 8 epsilon 0. ആ ക്യൂബിലൂടെ എമിറ്റ് ചെയ്യണത്. ക്യൂബിന്റെ ഒരു ഫേസിലൂടെ എമിറ്റ് ചെയ്യണതാണെങ്കിൽ Q by 24 epsilon 0. ഇനി രണ്ട് ഡൈപോളുകളെ ഇങ്ങനെ ഒരേ ലൈനിൽ വെച്ചു കൊടുത്തു. അതിന്റെ സെന്ററുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഒന്നിന്റെ ഡൈപോൾ മൊമെന്റ് P1, രണ്ടാമത്തെ ഡൈപോൾ മൊമെന്റ് P2. Then the force between the dipoles will be 1 by 4 pi epsilon 0 6 P1 P2 divided by r raised to 4. ഇങ്ങനെയാണ് ഡൈപോൾ വെച്ചത്. അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിലും r ആണെങ്കിലും ഇങ്ങനെ ഡൈപോൾ വെച്ചു കൊടുത്തു. ഒന്ന് ഇങ്ങനെയും അടുത്തത് ഇങ്ങനെയും പെർപെൻഡിക്കുലർ സ്റ്റൈലില്. ഓക്കെ, ഈ രണ്ട് കേസിലും ഒരേ ആൻസർ ആണ് വരിക. F is equal to 1 by 4 pi epsilon 0 3 P1 P2 divided by r raised to 4. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉള്ളത്. അതിലെ പോയിന്റ്സിനെ ഒന്ന് ഓടിച്ച് പറയുകയാണ് ചെയ്തത് ഇൻ നീറ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഐഡിയ ക്ലിയർ അല്ലേ? സോ വീഡിയോ പോസ് ചെയ്യുക, ബോർഡിൽ നോക്കിയിട്ട് ഈ ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2017 നീറ്റില് ചോദിച്ച ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. Suppose the charge of a proton and an electron differ slightly. One of them is minus E and the other is E plus delta E. സ്ക്രീനിൽ നിങ്ങളും എന്റെ കൂടെ വായിക്കാം. If the net of electrostatic force and gravitational force between the two hydrogen atoms placed at a distance d much greater than atomic size apart is 0, then delta E is of the order of dash. The options തന്നിട്ടുണ്ട് 10 raised to minus 23, 10 raised to minus 37, 10 raised to minus 47 and 10 raised to minus 20. Okay. So അവിടെ നമ്മളോട് പറഞ്ഞത് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ ചെറിയൊരു ചാർജ് ഡിഫറൻസ് ഉണ്ട്. ആ ചാർജ് ഡിഫറൻസ് എത്രയാണ്? ഒന്ന് E ആണെങ്കിൽ അടുത്തത് E പ്ലസ് ഡെൽറ്റ E ആണ്. ഓക്കെ, ഹൈഡ്രജൻ അയോൺസ് തമ്മിലുള്ള ഇന്റർ അറ്റോമിക് ഫോഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനില് ആ കണ്ടീഷൻ ഇതാണ്: ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ ആൻസറാ വരിക? 0 എന്നുള്ള ആൻസർ ആണ് വരിക. സോ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: FE ഈക്വൽ ടു FG. കാരണം FE കാണുമ്പോൾ അതിലൊന്ന് പ്ലസ് ആണ്, അടുത്തത് മൈനസ് ആണ്. ഒരു നെഗറ്റീവ് സൈൻ വരും. ഈക്വൽ സൈൻ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ആ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇനി FE നമുക്കറിയാലോ, 9 into 10 raised to 9. അവർക്കിടയിലുള്ള ചാർജുകൾ ഡെൽറ്റ E സ്ക്വയർ ബൈ d സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? G 6.67 into 10 raised to minus 11 into mass of hydrogen atom നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.6 into അതൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, നമുക്ക് ചുരുക്കി എഴുതാം. 6.6 into 10 raised to minus 11 into 1.6 into 10 raised to minus 27 the whole square divided by d square. d square കട്ട് ചെയ്യാം. നമ്മളോട് ചോദിച്ചത് ചാർജ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ഡാഷ് എന്നല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഡെൽറ്റ E സ്ക്വയർ കാണാം. സംഖ്യകളൊന്നും കാണാൻ മെനക്കെടണ്ട. പകരം ഈ 10 raised to 9 താഴേക്ക് കൊണ്ടുപോവാം.
ഇവിടെ 10 raised to minus 11 into 10 raised to minus 54 into 10 raised to minus 9. അതെങ്ങനെ സർ കിട്ടിയേ? വെരി സിമ്പിൾ. 10 raised to minus 11 അതേപോലെ എഴുതി. ഓക്കെ, then 10 raised to minus 27 ന്റെ സ്ക്വയർ എത്രയാ? 10 raised to minus 54. ഓക്കെ, ഈ 10 raised to 9 മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10 raised to minus 9. സോ സംഖ്യ എത്ര വരിക? 11ഉം 9ഉം. ഓക്കെ, 11ഉം 9ഉം എത്ര വരും? 20. 20 54ഉം 74. So delta E square is of the order of 10 raised to minus 74. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തിന്റെ ഓർഡറിലാണ് വരിക? 10 raised to minus 37 കൂളം, which is the right answer. So ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. Then we can move to the second question. Okay, second question സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും, വായിച്ചു നോക്കൂ. An electric dipole is placed at an angle of 30 degree with an electric field of 2 into 10 raised to 5 Newton per Coulomb. It experienced a torque equal to 4 Newton meter. The charge on the dipole is, if the dipole length is 2 centimeter, is dash. Okay, so അതിൽ തന്ന ഡാറ്റാസ് ഒരിക്കൽ കൂടെ നോക്കൂ. അതില് എന്തൊക്കെ ഡാറ്റാസ് ആണ് ആ ക്വസ്റ്റ്യനിൽ തന്നത്? 1. Theta is 30 degree. Electric field is 2 into 10 raised to 5 Newton per Coulomb. Okay, then torque is 4 Newton meter. Then what is the charge in the question? Okay, then what is the charge in the system? Very simple. Tau nu paranjal P E sin theta or Q into 2A into E sin theta. Okay, 2A നമുക്ക് അതിൽ തന്നിട്ടുണ്ട് 2 centimeter. So torque എന്ന് പറഞ്ഞാൽ 4. Q into, okay, Q into 2A. ഡൈപോളിന്റെ ലെങ്ത് ആ ക്വസ്റ്റ്യനിൽ ഒരിക്കൽ കൂടെ നോക്കുക. നിങ്ങൾക്ക് തന്നത് 2 സെന്റിമീറ്റർ തന്നെ അല്ലേ നോക്കുക. ഓക്കെ, സോ ആണ് 2A എന്ന് പറഞ്ഞ 2 സെന്റിമീറ്റർ, 2 into 10 raised to minus 2 into E എന്ന് പറഞ്ഞാൽ 2 into 10 raised to 5 into sin 30. Sin 30 is 1 by 2. So ഒരു 2 ഇവിടുന്ന് തന്നെ ക്യാൻസൽ ആയി പോവും. ഒരു 2 ഇങ്ങോട്ട് വെട്ടുമ്പോൾ ഇത് 2 എന്ന് വരും. 10 raised to minus 2, 10 raised to 5, 10 raised to plus 3 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 into 10 raised to minus 3 കൂളം അല്ലെങ്കിൽ 2 മില്ലി കൂളം. ഇങ്ങനെ ഒരു ആൻസർ ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണോ? ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ദ റൈറ്റ് ആൻസർ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, 2016 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2016 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ വായിക്കൂ. Two identical charge spheres from a common point by two massless strings of length L are initially at a distance d apart. Because of their mutual repulsion, the charges begin to leak from both spheres at constant rate. As a result, the spheres approach each other with a velocity v. Then v varies as a function of the distance x between the spheres is dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ഒരു സ്ഫിയർ, രണ്ടാമത്തെ സ്ഫിയർ, make an angle theta. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസിനെ എക്സ് എടുത്തു വിചാരിക്കാം. അപ്പൊ ഇത് x/2 വരില്ലേ? ഓക്കെ, ഈ ലെങ്തിനെ നമുക്ക് L എന്ന് കൊടുക്കാം. നമുക്കറിയാലോ ഇങ്ങനെ ഒരു കേസിൽ എഫ് ഇ എന്ന് പറഞ്ഞാൽ mg tan theta അല്ലേ വരാം? എഫ് ഇ ഈക്വൽ ടു mg tan theta. എഫ് ഇ എന്ന് പറഞ്ഞാൽ k q സ്ക്വയർ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. r സ്ക്വയർ അല്ല, അവിടെ x ആണ്. x സ്ക്വയർ ഈക്വൽ ടു
mg into tan theta. Tan theta എന്ന് പറഞ്ഞ x by 2l. ഉറപ്പല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തോ അത് x by 2y അതെന്തോ ആയിക്കോട്ടെ. ഓക്കെ, സോ ഇതിന്റെ കണ്ടീഷൻ നോക്കൂ. q square is directly proportional to x cube. ശരിയല്ലേ? q is proportional to x raised to 3 by 2. q is proportional to x raised to 3 by 2. ആ പറഞ്ഞത് വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഞാനത് മൈൻഡ് ചെയ്യാൻ. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കൂ. dq by dt that is equal to എന്താ വരിക? 3 by 2 x raised to എന്ത് വരും? 3 by 2 minus 1 by 2 into dx by dt. ഈ dx by dt നല്ലേ നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, സോ വെലോസിറ്റി into x raised to half equal to dq by dt ആണ്. dq by dt is a constant. So we can write velocity is proportional to 1 by x raised to half. അല്ലെങ്കിൽ velocity is inversely proportional to root x. ഒരിക്കൽ കൂടെ പറയാം. രണ്ട് ചാർജ്ഡ് സ്ഫിയറുകളെ സ്ട്രിങ്ങിന്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ടാണ്. അവരുടെ റിപ്പൽഷൻ കാരണം ചാർജ് ലീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറഞ്ഞ dq by dt equal to a constant. ഓക്കെ, ദെൻ ഇതില് വാല്യൂസ് കൊടുക്കുക. അതില് വേരിയബിൾ ആയിട്ട് വരുന്നത് x ആണ്. കാരണം ചാർജുകൾ ലീക്ക് ചെയ്ത് പോയാൽ ഇതിന്റെ ചാർജിന്റെ പവർ കുറയും, ഇത് അടുത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോഴല്ലേ വെലോസിറ്റിന്റെ പ്രശ്നം അവിടെ വരുന്നുള്ളൂ. ഓക്കെ, സോ ചാർജ് ലീക്ക് ചെയ്ത് പോവും. അങ്ങനെ ലീക്ക് ചെയ്ത് പോകുമ്പോൾ ചാർജിന്റെ ഇന്റൻസിറ്റി കുറയും. ഇറ്റ് ബിഗിൻ ടു കം ടുവേർഡ്സ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിന്റെ ചാർജും എക്സും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കുക. So you got, or we will get, q is proportional to x raised to 3 by 2. Differentiate here, dq by dt കിട്ടും. Charge leaking at a constant rate, so it's a constant. x raised to 1 by 2 into dx by dt equal to dq by dt എന്നാണ് വരിക. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും v is proportional to 1 by x raised to half. പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പറഞ്ഞല്ലേ? ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. The electric field in a certain region is acting radially outward is given by E equal to AR. A charge contained in a sphere of radius A centered at the origin of the field is given by dash. ഇങ്ങനെയാണ് a question. The electric field in a certain region is acting radially outward is given by E equal to AR. A charge contained in a sphere of radius A centered at the origin of the field will be given by dash. Okay, പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ആ ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ നമ്മൾ ചെയ്യുക ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം phi equal to q by epsilon 0. ഓക്കെ, phi എന്ന് പറഞ്ഞ E into A അല്ലേ? A എന്ന് പറഞ്ഞ 4 pi r square. ഓക്കെ, equal to q by epsilon 0. So q equal to നമുക്ക് എന്ത് വരും? 4 pi r square epsilon 0 into E. ഇനി E എന്നുള്ളതിന് ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. ഇവിടെ ഞാൻ എടുത്ത റേഡിയസ് r ആണ്. സ്വാഭാവികമായിട്ടും q equal to 4 pi epsilon 0 r cube A. അത് that depends on your question. ചിലപ്പോ r cube ആവാം, ചിലപ്പോ a cube ആവാം. രണ്ടാണെങ്കിലും അത് ഓപ്ഷനിൽ ഉണ്ടാവുമല്ലോ. സോ ഒന്ന് പിന്നിലേക്ക് നോക്കിക്കോളൂ, അതിന്റെ ഓപ്ഷനിൽ എന്താ വരാന്നുള്ളത്. ഐഡിയ ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഈസി എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും, നോക്കിക്കോളൂ.
നിങ്ങളുടെ കൂടെ ഞാനും ആ ക്വസ്റ്റ്യൻ വായിക്കാം. Two pith balls carrying equal charges are suspended from a common point by strings of equal length. Equilibrium separation between them is R. Now the strings are rigidly clamped at half of the height. The uniform separation between the balls is now become dash. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഫിഗർ കൃത്യമായിട്ട് ഒന്ന് നോക്കൂ. ആ ഫിഗർ കൃത്യമായിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, കൃത്യമായിട്ട് ആ ഫിഗർ നോക്കിയല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പറഞ്ഞേന്. ഓക്കെ, സോ ഇങ്ങനല്ലേ വന്നത്, ഇങ്ങനെ ഒരു സിസ്റ്റം. ഓക്കെ, ഈ ദൂരം r ആണ്, ഈ ഡിസ്റ്റൻസ് y ആണ്. സോ ഈ ആംഗിൾ തീറ്റ. ആസ് യൂഷ്വൽ നമുക്കറിയാം FE ഈക്വൽ ടു mg ഇൻറ്റു tan തീറ്റ ബൈ tan തീറ്റ. tan തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് r ബൈ y. ശരിയല്ലേ? ഓക്കെ, FE എന്ന് പറഞ്ഞാൽ 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 divided by r square is equal to mg r by 2y. ശരിയല്ലേ? mg r by 2y എന്ന് വരും. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞല്ലേ? ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? r cube is proportional to y. r cube is proportional to y, or r is proportional to y raised to 1/3. r is proportional to y raised to 1/3. Okay, ശരിയല്ലേ? r is proportional to y raised to 1/3 എന്നുള്ള ആൻസർ കിട്ടും. സോ എന്തായിരിക്കും r dash by r? ആ ഫിഗറിലേക്ക് ഒരിക്കൽ കൂടെ നോക്കൂ. r dash by r എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? r dash by r എന്ന് പറഞ്ഞാൽ വരലിങ്ങനാവില്ലേ? y by 2 whole raised to 1/3 divided by y cube. അത് എവിടുന്ന സർ ഈ y by 2 raised to 1/3 കിട്ടിയേ? ആ ക്വസ്റ്റ്യനിൽ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗറിലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y ആണെങ്കിൽ, രണ്ടാമത്തെ ഫിഗർ ഇവിടെ ക്ലാമ്പ് ചെയ്ത് വെച്ചപ്പോ നിങ്ങൾക്ക് ഹൈറ്റ് തന്നത് ഇങ്ങനെയാണ്. ആ ക്വസ്റ്റ്യൻ തന്നത് ഇങ്ങനെ. ഇവിടെ ഈ ഡിസ്റ്റൻസ് r ഡാഷ് എന്നും ഈ ഹൈറ്റ് y by 2 എന്നും വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും r ഡാഷ് ബൈ r എന്താ വരിക? r ഡാഷ് ബൈ r is equal to y raised to 1/3. y raised to 1/3 കട്ടാവും. ഇത് 1/3 ആണ്, ഞാൻ അറിയാതെ മാറി എഴുതിയതാണ്. ഓക്കെ, അപ്പൊ ബാക്കി വരിക 1/2 raised to 1/3. So r dash is equal to r divided by 2 raised to 1/3. ഇതായിരിക്കും ആൻസർ. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? സോ ബോർഡിലുള്ള എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ബോർഡില് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. An electric dipole of moment P placed in an electric field of intensity E. The dipole acquires a position such that the axis of the dipole makes an angle theta with the direction of field. Assuming that potential energy of the dipole to be 0 when theta equal to 90 degree. The torque and potential energy of the dipole will be dash. Now question. എന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് നോക്കുക. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. തീറ്റ ഈക്വൽ ടു 90 ഫോർ ലോവർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ടോർക്കിന്റെ ഇക്വേഷൻ PE sin theta. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ എന്നുള്ളത് അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുക. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? cos theta 1 minus cos theta 2. This is the expression for potential energy. Okay, PE into cos theta 1 minus cos theta 2. അതില്
cos theta 1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ് ഇനീഷ്യൽ ആംഗിൾ, അത് 90 ഡിഗ്രി ആണ്. cos 90 0. സോ ടോർക്ക് അല്ല കേട്ടോ, പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി minus PE cos theta. This is the expression for torque and this is the expression for potential energy. It's a direct question actually. Okay, ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സിമ്പിൾ ഐഡിയ ആണ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും, നോക്കൂ. What is the flux through a surface cube of side A if a point charge Q is at one of the corner? Question clear? ഒരു ബുദ്ധിമുട്ടില്ല. In a second or in a flash we can answer. We are placing a charge Q at one corner of a cube. Find the flux emitting through that cube. Sir, ഞങ്ങൾക്ക് അറിയാം. Its answer is Q by 8 epsilon 0. Yeah, നമ്മൾ പോയിന്റ്സിൽ പറഞ്ഞതാണ്, വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. So no doubt with that question. Okay, please move to next question which is on the screen. So read it. A charge Q is enclosed by a Gaussian spherical surface of radius r. If the radius is doubled, then outward electric flux will be dash. Question വായിച്ചില്ലേ? It's a simple question. ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ ചാർജ് വെച്ചു, അതിന് പുറത്തേക്ക് വരുന്ന ഫ്ലക്സിന്റെ വാല്യൂ 5 ആണ്. ആ സ്ഫിയറിന്റെ റേഡിയസ് ഡബിൾ ചെയ്താൽ എത്ര ആയിരിക്കും പുറത്തേക്ക് വരുന്ന ഫ്ലക്സ്? ആസ് പെർ ഗോസ് തിയറം, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q by epsilon 0. It is independent of radius. So if you are doubling the radius, no problem. ഡബിൾ ചെയ്തോട്ടെ, സ്ഫിയറിന്റെ വലിപ്പം വലുതാവും, കുഴപ്പമൊന്നുമില്ല. സ്ഫിയറിന്റെ വലിപ്പം കൂടും, പ്രശ്നമൊന്നുമില്ല. Still the electric flux remains same. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആ പറഞ്ഞതിന്? വളരെ ഈസിയാണ് ആ ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുള്ള സ്ഫിയർ വേണമെങ്കിൽ ആയിക്കോട്ടെ, കാരണം നമ്മൾ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുമ്പോൾ എത്ര വലിപ്പമുള്ള സർഫസേ പാടൂ എന്നുള്ള അങ്ങനെ വല്ല നിയമമുണ്ടോ? ഇല്ലല്ലോ. എത്ര വലിപ്പമുള്ള സ്ഫിയറും വി ക്യാൻ ഇമാജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് റേഡിയസ്. വാട്ട് എവർ ബി ദ റേഡിയസ്, flux remains same. Okay, so shall we move to next question? Okay, it's on the screen, so please read it. The electric field at a distance 3r by 2 from the center of a charged conducting spherical shell of radius r. The electric field at a distance r by 2 from the center of the sphere is dash. Now question. Okay, conducting sphere ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. കണ്ടക്ടിങ് സ്ഫിയർ ആണ്. അതിന്റെ ടെക്നിക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായാൽ പിന്നെ അതിലൊന്നും ചിന്തിക്കാനില്ല. ഈ എന്ന് പറഞ്ഞ ഫീൽഡ് 3r by 2 എന്നുള്ള ദൂരത്ത് ഒരു പോയിന്റിലുള്ള ഫീൽഡാണ്. 3r by 2. ഓക്കെ, ഈ സ്ഫിയറിന്റെ റേഡിയസ് r ആണ്. സ്ഫിയറിന്റെ റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ സെന്ററിന്ന് r/2 ദൂരത്ത് ഒരു പോയിന്റിൽ എത്ര ഫീൽഡ് ഉണ്ടാവും? കണ്ടക്ടിങ് സ്ഫിയർ ആണ്. ചാർജ് വിൽ റിസൈഡ് ഓൺലി ഓൺ ദ സർഫസ്. സോ വാട്ട് ഷുഡ് ബി ഫീൽഡ് ഇൻസൈഡ്? നോ ഡൗട്ട് അറ്റ് ഓൾ, ഇറ്റ്സ് ആൻസർ ഈസ് 0. ഉറപ്പല്ലേ? സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കൊന്നും ചിന്തിക്കാനില്ല അതിന്റെ ഉള്ളില്. ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്ഫിയർ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. ഉറപ്പല്ലേ? ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞതില്. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നീറ്റിൽ ചോദിച്ചതാണ്, അത് നമുക്കൊരു സത്യം മനസ്സിലാവും. നീറ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അഫോർഡബിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. നീറ്റും ഞങ്ങൾക്ക് അഫോർഡബിൾ ആണ് എന്നുള്ള ഐഡിയ നമ്മളെ ബ്രെയിനിലേക്ക് കയറാൻ. ക്ലിയർ അല്ലേ? സോ ഷാൾ വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഫൈൻ. Read it. Two parallel plates having charge plus Q and minus Q face each other at certain distance between them. If the plates are now dipped in kerosene oil, the electric field between the plates will be dash. Increase, decrease, remain same, become 0. അതൊന്നുമില്ല, അത്രയും സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. രണ്ട് പ്ലേറ്റുകൾ തന്നു.
ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയോ ഉണ്ടായിരുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാം, സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഉറപ്പല്ലേ? ഓക്കെ, ഇനി ഇതിനെ കെറോസിനിൽ കൊണ്ട് മുക്കിയാണ് വെച്ചു. കെറോസിനിൽ ഇമ്മേഴ്സ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ മീഡിയം വരും. മീഡിയം വന്നാൽ ഇവിടെ ഒരു എപ്സിലോൺ ആർ എന്നുള്ള ഫാക്ടർ വരും. ഇലക്ട്രിക് ഫീൽഡ് കൂടുകയോ കുറയോ? ഇലക്ട്രിക് ഫീൽഡ് വിൽ ഡിക്രീസ്. 100% ഉറപ്പല്ലേ? എപ്സിലോൺ ആർ ഡിനോമിനേറ്ററിൽ വന്നാൽ ഫീൽഡിന്റെ വാല്യൂ കൂടുകയാണോ കുറയാണോ ചെയ്യാ? ഒരു സംശയം വേണ്ട, ഫീൽഡിന്റെ വാല്യൂ കുറയും. ഉറപ്പല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേനെ. ഓക്കെ, ഫൈൻ. സോ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. റീഡ് ഇറ്റ്. A square surface of side L meter in the plane of the paper is placed in a uniform electric field E, acting along the same plane at an angle theta with the horizontal side of the square as shown in figure. The electric flux linked to the surface in unit of voltmeter is dash. That's the question. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിക്കാം. Electric field is in the plane of the paper എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒരു കുട്ടി വായിച്ചാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ ബോർഡിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചത്. അതൊരു പേപ്പറിന്റെ ചിത്രം വിചാരിക്കാം. ഈ ബോർഡിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ചിത്രം വരച്ചു. ഇറ്റ് മേക്ക് ആൻ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദാറ്റ് പേപ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡും ഇതും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി. സംശയമില്ലല്ലോ. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡും ഇതും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ഈ സർഫസിന്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തീറ്റ 90 ഡിഗ്രി. വേറൊരു രീതിയിൽ പറയാം, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സർഫസിനെ നോർമൽ ആയിട്ട് പാസ് ചെയ്ത് പോണ ഫീൽഡ് ലൈൻസ് അല്ലേ? ഇത് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യണത്. ഇതിന്റെ ഇടയിൽ ആംഗിൾ ഉണ്ട്, ഉണ്ടായിക്കോട്ടെ. സർഫസ് ഒന്ന് ഇങ്ങനെ പോകുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ആംഗിൾ കിട്ടുക. ഇങ്ങനെ വരുമ്പോ എന്താണ്? അതിന് ആംഗിൾ ഉണ്ട്, സംശയമൊന്നുമില്ല. ഓക്കെ, ഇത് ഈ സർഫസിന് ഇങ്ങനെ നിൽക്കുമ്പോ ഇത് ഇങ്ങനെയാണ് ഏരിയ വെക്ടർ നേരെ മുന്നിലേക്കും. അങ്ങനെ വരുമ്പോ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. EA cos 90 ഫ്ലക്സ് മസ്റ്റ് ബി 0. അല്ലെങ്കിൽ ഈ സർഫസിന് പാരലൽ ആണ് ഇതൊക്കെ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ വേണം. അങ്ങനെ ഒരാൾ പോലും ഇല്ല. സോ ഫ്ലക്സ് വിൽ ബി 0. ക്ലിയർ? ആ ചിത്രം കാണുമ്പോ ചിലപ്പോ നമുക്കൊരു തെറ്റിദ്ധാരണ വരും, ഇങ്ങനെയാണോ പോണത്? അങ്ങനെയല്ല, അവര് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് in the plane of the paper. So no doubt at all, there is no electric flux, there is no field lines passing normal to the surface. Obviously flux will be 0. Yeah, well done. Clear? Okay, so shall we move to next question? Yeah, why you? Two positive ions each carrying a charge Q are separated by a distance d. If F is the force of repulsion between the ions, the number of electrons missing from each will be dash. E is the charge of an electron. രണ്ട് പോസിറ്റീവ് അയോൺസ് ഉണ്ട്, രണ്ടിനും ഈക്വൽ ചാർജ് ആണ്. Separated by distance d. F is the force of repulsion between the ions. The number of electrons missing from each ion will be dash. Okay, നമ്മളോട് ചോദിച്ചത് n ആണ്. തീരുമാനമായി. നമ്മളോട് ചോദിച്ചത് n ആണ്. സോ ക്വസ്റ്റ്യൻ തീരുമാനമായി. കാരണം സിമ്പിൾ. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, 1/4πε0 Q²/r² എന്ന് പറഞ്ഞ n²E² അവിടെ ആറിന് പകരം d ആണ് തന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് n²? F into 4πε0 into d² divided by e². So n is equal to root of f into 4πε0 d² divided by e². Okay, so ഇങ്ങനെ ഒരു ആൻസർ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓപ്ഷൻസ് നോക്കിക്കോളൂ, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. ക്ലിയർ അല്ലേ ആ ക്വസ്റ്റ്യൻ?
പ്രശ്നമൊന്നുമില്ലല്ലോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്നാണ്. അപ്പൊ തന്നെ നമ്മളെ ബ്രെയിനിൽ കൂടെ കയറണം. Q ഈക്വൽ ടു NE. ഐ നോ ഇറ്റ് വെരി വെൽ. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും രണ്ടൊന്നും ഒരേ നമ്പർ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ NE ഇൻറ്റു NE N സ്ക്വയർ. N സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയ N കിട്ടാൻ റൂട്ട് എടുത്താൽ മതി. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നോ പ്രോബ്ലം. ഓക്കെ, ഷാൾ വി മൂവ് ടു നെക്സ്റ്റ്. വായിക്കൂ. A thin conducting ring of radius R is given by a charge plus Q. The electric field at the point at the center O of the ring due to the charge on the part AKB is E. The electric field at the center due to the remaining part, ACDB എന്നൊക്കെ പറഞ്ഞേക്കാളും നല്ലത്, remaining part will be dash എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു റിംഗ് ഉണ്ട്. ഈ പാർട്ടിനെ AKB എന്ന് വിളിച്ചു. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട്, സിന്നും ഡിന്നും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പോയിന്റ്. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ AKB എന്ന് പറഞ്ഞ പാർട്ട് കാരണം ഇവിടെയുള്ള ഫീൽഡ് E ആണ്. ഓക്കെ, ഇവിടെയുള്ള ഫീൽഡ് E ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി പാർട്ട് ഉണ്ടല്ലോ, ഇത്രയും ഈ വരുന്ന പാർട്ട്, അതാണ് ACDB എന്നൊക്കെ പേര് കൊടുക്കുന്നത്. ആ പാർട്ടിന്റെ ഫീൽഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. Again, Neet giving you a very simple offer എന്നുള്ളതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. തിയറി പഠിച്ച ഒരു കുട്ടിക്ക് പാട്ടും പാടി ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ നേരത്തെ തിയറി പാർട്ടിൽ പറഞ്ഞു, വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ റിംഗ്? നോ ഡൗട്ട് സീറോ. ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ റിംഗ് ഈസ് സീറോ. അത് നേരത്തെ പഠിച്ചില്ലേ? ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് എ റിംഗ് ഈസ് സീറോ. സോ ഇത്രയും പാർട്ടിന്റെ ഫീൽഡ് E ആണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ഫീൽഡ് ഡ്യൂ ടു റിമൈനിങ് പാർട്ട്? നോ ഡൗട്ട് ടോട്ടൽ ഫീൽഡ് മസ്റ്റ് ബി സീറോ. അപ്പൊ ഇത് E ആണെങ്കിൽ ബാക്കി ഭാഗത്തിന്റെ ഫീൽഡ് ഇങ്ങനല്ലേ വരിക? അതിന്റെ വാല്യൂ എന്തെന്നായിരിക്കും? ഈ പോയിന്റ് ഓൺ. പറഞ്ഞ തരികട മനസ്സിലായില്ലേ? ഈ പാർട്ടിന്റെ ഫീൽഡ് E ആണെങ്കിൽ റിമൈനിങ് പാർട്ടിന്റെ ഫീൽഡ് മസ്റ്റ് ബി E ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ ഓൺലി ടോട്ടൽ ഫീൽഡ് മസ്റ്റ് ബി സീറോ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ പറഞ്ഞ കണ്ടീഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ റിമൈനിങ് പാർട്ടിന്റെ ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് വരണം. സോ ഈ എന്നുള്ളതിന്റെ വാല്യൂ സീറോ വരും. ഓക്കെ, സോ field due to the remaining part will be E in the direction OK. In the direction OK. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണത്. സോ ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഷാൾ വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. ആ ഫിഗർ കൃത്യമായിട്ട് ഒന്ന് നോക്കുക. A hollow cylinder has surface charge Q. A hollow cylinder has a charge Q coulomb within it. Then if phi is the electric flux of the if electric flux in units voltmeter associated with the curved surface B, the flux linked with the plane surface A in units of voltmeter will be dash. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ വോൾട്ട്മീറ്റർ എന്നൊരു ഡിവൈസ് ആയിട്ട് കണ്ടുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് സ്റ്റക്ക് ആയത്. ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്മീറ്റർ, നമുക്കറിയാം. A hollow cylinder has a charge Q coulomb within it. If phi is the electric flux in units of voltmeter associated with the curved surface, the flux linked with the plane surface A in unit of voltmeter will be dash. Now question. Okay. വളരെ സിമ്പിൾ ആ ക്വസ്റ്റ്യൻ. ആ ഫിഗർ ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ. AC എന്ന് പറഞ്ഞ രണ്ട് സർഫസ് ഉണ്ട്. ആ രണ്ട് സർഫസിലെയും ഫ്ലക്സ് സെയിം ആവുന്ന ഉറപ്പല്ലേ? കാരണം രണ്ടും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? phi A plus phi B plus phi C equal to Q by epsilon 0. സംശയമില്ലല്ലോ. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന് നമുക്ക് phi 1 എഴുതാം. സോ 2 phi 1 അല്ലെങ്കിൽ 2 phi A പ്ലസ് phi B ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? കർവ്ഡ് സർഫസിന്റെ ഫ്ലക്സ് phi ആണ്. ഈക്വൽ ടു Q by epsilon 0. സോ 2 phi A എന്ന് പറഞ്ഞതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? Q by epsilon 0 minus phi. So phi A equal to half into Q by epsilon 0 minus phi. Okay, ഇതാണ്
electric flux through the surface A. Clear ആയില്ലേ? ഓക്കെ, സോ നീറ്റ് എന്ന് പറഞ്ഞ എക്സാമിന് 2017 മുതൽ ഏകദേശം 2012 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണോ. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളെ ബ്രെയിനിൽ കയറിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുക, ആ ഏരിയ ഉറപ്പിക്കുക. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യനുമായി, കൂടുതൽ ടഫായ ക്വസ്റ്റ്യനുമായി JEE മെയിൻ പാർട്ടും അതേപോലെയുള്ള മറ്റു ക്വസ്റ്റ്യനുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ തോന്നിയ കമന്റുകൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, എന്റെ വീഡിയോ നിങ്ങൾ അല്ലെങ്കിൽ എന്റെ ചാനൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.